കാണുന്ന ഈ മീനെ കാലെ കടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം എന്താ, അല്ല അതിൻ്റെ ഗുണം എന്താണെന്ന് സാറൊന്ന് പറയാമോ? ഈ ലോഹ തട്ടിപ്പ് ഇത് ഒരു 20 രൂപയ്ക്കൊക്കെയാണ് ശരിയാ. 100 രൂപയ്ക്ക് ഇത് നടപടിയുള്ള കേസല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ അത് തന്നെയല്ല, 100 കൂട്ടം രോഗം വഹിച്ചവൻ്റെ കാലയിലാണ് ഇത് കടിക്കണം. നമുക്കത് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നിർത്താനുള്ള പണി ചെയ്യുന്നോ എന്നെ ചെയ്യണം, നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാം. ഇനി പൂട്ടിക്കണമെങ്കിൽ പൂട്ടിക്കാം. ആ പ്രസ്ഥാനം പൂട്ടിക്കണോ, അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇദ്ദേഹം ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. പ്രിയ പത്നിയുണ്ട്. പ്രിയ പത്നിയുടെ കാലെ കടിച്ചതാണ്. എന്താണ് കടിച്ചിട്ടുണ്ടായ അനുഭവം എന്ന് പറയാമോ? പറഞ്ഞോ. നമുക്ക് കാണികളോടും കൂടെ ചോദിക്കാം. പറയൂ, താങ്കളുടെ അഭിപ്രായം ഒന്ന് പറയൂ. എന്താണ്? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനും ഭേദം നമ്മുടെ തന്നെ തോട്ടില് പോയിരിക്കുക. നമ്മുടെ മറ്റൊരു സഹോദരനുണ്ട്, ചെല്ലപ്പൻ ചേട്ടനോട് ചോദിക്കാം. അതെ, ചെലപ്പെന്ന് വിളിച്ചെങ്കിലും ഞാൻ ചെലപ്പനല്ല, ചെലപ്പെന്നാ ഉദ്ദേശിച്ചത്. ചെലപ്പ്. പക്ഷേ ഈ മീനിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പുരോഗ തട്ടിപ്പാണ്. മറ്റേ സായിപ്പ് പറഞ്ഞ പോലെ തന്നെ ഈ സാധനം വന്ന് ചൊറി പിടിച്ചവനെ കടിച്ചു വന്ന് നമ്മളെ കിട്ടും. അപ്പം നമുക്ക് ഈ സംഭവം ഒരു ഗുണമല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. പുനലൂരെന്ന് വന്ന ചേട്ടനുണ്ട്, ബാബു ചേട്ടൻ. അദ്ദേഹത്തിനോടും ചോദിക്കാം, നമ്മുടെ ഈ മീൻ കാലെ കടിപ്പിക്കുന്നതിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പൂനെന്നല്ല, മൂവാറ്റുപുഴയിൽ നിന്ന് ബാബു. സോറി, മൂവാറ്റുപുഴയിൽ നിന്നാണ്. അതായത് മീനെ കാലെ കടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിന് വല്ല ഗുണമുള്ളതാണോ? അങ്ങനെയാണെ കുറെ ആൾക്കാർ നിപ്പുണ്ട്, അവരെ കൊണ്ട് കടുപ്പിക്കാനാണോ? അത് ആൾക്കാർക്ക് താല്പര്യം നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല, ചേട്ടൻ വേറെ ലോകത്താണ്. അതെനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയത്തില്ല. നമുക്ക് അറിയാവുന്ന ഒരാളുമായിട്ട് ചോദിക്കാം. എന്റെ അനുഭവത്തില് ഞാൻ ഇത് പണ്ട് തോട്ടില് ഇറങ്ങി നിന്നപ്പോ കല്ലമുട്ടി ഇഷ്ടംപോലെ കാലെ കടിച്ചിട്ടുണ്ട്. അതിലും ഫീലിംഗ് ഒന്നും ഇതിനകത്ത് തോന്നിയിട്ടില്ല. വളരെ 100 രൂപ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ഒരാളും കൂടെ ഉണ്ട്, ഞങ്ങളുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹമാണ് ആദ്യം വന്ന് കാലെ കടുപ്പിച്ചത്. എങ്ങനെയുണ്ട് ചേട്ടന്റെ കാലയിലെ ചൊറിയൊക്കെ മാറിയോ? ഇല്ല, സത്യത്തിലേ എന്നെ അതിശയപ്പെടുത്തിയ മീൻകടിയല്ല. ഞാൻ നോക്കുമ്പോഴേ ഈ ഡാമിനകത്തോടെ പോകുന്ന ഓട്ടോറിക്ഷ എന്നാ സ്പീഡിലാണ് പോകണമെന്ന് നോക്കുന്നത്. എന്നെ അതിശയപ്പെടുത്തിയത് ഡാമിനകത്തോടെ ഓട്ടോറിക്ഷ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ എനിക്ക് ഭയങ്കര അതിശയപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇദ്ദേഹത്തെ കാണേണ്ടതായിരുന്നു. കാരണം ആദ്യം തന്നെ സാഹിബിനെ കാണുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കേണ്ടതായിരുന്നു. ഒത്തിരി അറിവ്. ശരിയാണ്, ശരിയാ, ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. വളരെ സ്പീഡിൽ തന്നെയാണ് ഓട്ടോറിക്ഷ പോകുന്നത്. ശരിയാ. അനു, ഇവിടുത്തെ ഈ മീനെ കാലെ കടുപ്പിച്ചോ? എന്നാ അനുഭവം ഉണ്ടായേ? അല്ല, നിങ്ങൾ അവിടെ പോയി നോക്കിയത് എന്താണ്? കാലെ കടുപ്പിക്കാനല്ലേ? അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? കാലെ കടുപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ മാറുമോ? എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, താങ്ക് യു. ഈ കാലയിലെ മീനെ കടുപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ, അത് കണ്ടോ? എന്താ അതിൽ വല്ല കാര്യം ഉള്ളതാണോ? കൊച്ചു കടുപ്പിച്ചായിരുന്നോ അവിടെ? കൊച്ചു കാലയെ കടുപ്പിച്ചായിരുന്ന മീനെ? ഞങ്ങളുടെ കൂടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാൻ. സാറേ, നമ്മൾ ഈ കാലയെ കടുപ്പിക്കുന്ന മീനെ കണ്ടല്ലോ, അതുമായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാവോ? ഉള്ളതാണോ? നമ്മുടെ കാലിൽ എവിടെയെങ്കിലും ചൊറിയോ വ്രണോ ഉണ്ടെങ്കിൽ നമ്മൾ കുളത്തിൽ പോയി നിന്നാൽ മതി. ചടക്കനെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലെ കൊത്തി അതിൻ്റെ എന്താണെന്നറിയോ, അതിൻ്റെ ഈ പഴുത്ത് ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ സാധനം കൊത്തിപ്പറിച്ചു പോകും. നമ്മുടെ വ്രണം ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ഈ സാധനം ക്ലീൻ ചെയ്യും. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള സായിപ്പൊക്കെ സംസാരിച്ച് തെറ്റിദ്ധാരണയാണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത്. ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല. വീടിന് തൊട്ടടുത്തുണ്ടെങ്കിൽ കൈത്തോടോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ, ചെറിയ മീനുകളുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ കാല് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ മതി. അപ്പം തന്നെ നമ്മുടെ കാലിലുണ്ടാകുന്ന വ്രണങ്ങളിൽ വന്ന് ഈ മീനുകൾ വന്ന് കൊത്തിപ്പറിച്ച് നമ്മുടെ വ്രണം ശുദ്ധമാക്കി തരും. അതുപോലെ തന്നെ നല്ല വെളുത്ത നല്ല ക്ലീൻ ആയിരിക്കും. നമ്മളൊന്ന് തുടച്ച് മരുന്ന് പറ്റിയാൽ മാത്രം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറച്ച് പേര് കടിപ്പിച്ചവരുണ്ട്, അവരോട് ചോദിക്കാം. എവിടുന്നാ വരുന്നത്?
ഞാൻ തൊടുപുഴയെന്നാണ്. എന്നിട്ട് വന്നിട്ട് മീനെ കണ്ടോ? കണ്ട ബംഗാളി ആ എന്നിട്ടോ മീൻ കാലെ കടുപ്പിച്ചോ? ഞാൻ മീൻ കാലെ കടുപ്പിച്ചില്ല, എനിക്ക് പേടിയാ കാലെ കടുപ്പില്ല. ആണോ? എന്നാ അടുത്ത ആളോട് ചോദിക്കാം. എവിടുന്നാ വരുന്നേ? ഞാനും തൊടുപുഴയെന്നാണ്. തൊടുപുഴ. അമേരിക്കക്കാരും ഇല്ലല്ലേ? എല്ലാം എന്നിട്ട് കാലെ കടുപ്പിച്ചോ? കാലെ കടുപ്പിച്ചോ? സായിപ്പിന്റെ സായിപ്പിനെ ഇപ്പൊ കാണാനില്ല. ആ സായിപ്പ് പോങ്ങി. ആ ഇത് അതുപോലെ തന്നെ വേറെ എവിടുന്നാ വരുന്നേ? തൊടുപുഴയെന്ന് തന്നെ. എല്ലാരും തൊടുപുഴക്കാരാണോ? ആ എന്നാ പറഞ്ഞേ. എന്നിട്ട് എങ്ങനെയാ മീനെ കാലെ കടുപ്പിച്ചിട്ട് എന്നാ പറ്റിയേ? കാലെ കടുപ്പിച്ചിട്ട് കാലൊക്കെ നല്ല വൃത്തിയായിട്ട്. ആ കാല് കാണിക്കാൻ പറ്റുമോ അപ്പൊ? പറ്റില്ല പറ്റില്ല. ഇത് മീൻ കടി അയ്യോ 4 ദിവസമായി കുളിച്ചിട്ട് അതുകൊണ്ട് കാല് കാണിക്കാൻ ഭയങ്കര പാടാ. ആ അതുപോലെ തന്നെ ഇതാ കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ്. കണ്ണൂരല്ലേ? കണ്ണൂരിന്നല്ല, ഞാനും തൊടുപുഴ. ആ എല്ലാം തൊടുപുഴയാണോ? ആ എന്നിട്ടോ കാലെ കടുപ്പിച്ചിട്ടോ? കാലെ ഞാൻ കടുപ്പിച്ചില്ല. അപ്പൊ സോക്സ് ഇട്ടോണ്ട് കടിപ്പിച്ചാ എങ്ങനെയാ നമുക്ക് അതിന്റെ അനുഭവം വരുന്നത്? സോക്സ് ഇട്ടോണ്ട് ഇല്ലേ? ഭയങ്കര പൈസയാണ്, റേറ്റ് ഭയങ്കര കൂടുതല്. ആണോ? ആ ഇവരെല്ലാം പറയുന്ന നല്ല ഗുണങ്ങളുണ്ട്, ഗുണങ്ങളില്ലെന്നുണ്ട്. ആ അതുപോലെ തന്നെ ഇത് നമ്മളിവിടെ മീനെ കാലെ കടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി ഔഷധ ഗുണമുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? കണ്ടോ? എന്താ അത് ശരിയാണോ അത്? അപ്പോൾ ആ മീൻ കടിക്കുന്നത് എന്നാ നമുക്ക് അനുഭവം വരുന്നത്? കാലയിലൊക്കെ വ്രണമൊക്കെ ഉണ്ട്, അത് പോകുന്നൊക്കെയാണ് ഇവർ മുമ്പുള്ളവർ പറഞ്ഞത്. ശരിയാണോ? ചേട്ടൻ ചെയ്തെന്നാ പറഞ്ഞേ. അല്ല ചേട്ടൻ ചെയ്തെന്നല്ലേ പറഞ്ഞേ. ഞാൻ നേരത്തെ ഉദ്യോഗസ്ഥന്റെ വൈഫാണ്. ആളോട് ചോദിക്കാം. ആ ചേച്ചിയുടെ കാലെ കടുപ്പിക്കാനല്ലേ കൊണ്ടുവന്നേ? എന്നിട്ട് എങ്ങനെയുണ്ട്? മീൻ ചത്തു പോയല്ലേ? അയ്യോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ആ എങ്ങനെയുണ്ട് കാലെ കടുപ്പിച്ചിട്ട്? കാലിന് നല്ല സുഖമായിരുന്നു. അതെയോ? ആ നമുക്ക് എന്നാ സുഖം വരുന്നേ? ഞണ്ടൊക്കെ കടിക്കുന്ന പോലെ എന്നാ? ആ അല്ലാതെ വേറെ നമുക്ക് ഔഷധപരമായിട്ടുള്ള ഗുണങ്ങളൊന്നുമില്ല. അത് തന്നെയാണോ അനുഭവപ്പെട്ടെ? അത് തന്നെയായിരുന്നു. എന്നതാ? കാലിന് ഒരു കുളിര് പോരും പോലെയായിരുന്നു. ആ അല്ല അത് പനിയുടെ ആണോ എന്നും കൂടെ നോക്കാം. പനിയുടെയല്ല, കാല് നല്ല വൃത്തിയാവും. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇതാ ഒന്ന് നിന്ന് ഓയ് ആ നിക്കോ. ഇവിടെ പറഞ്ഞതല്ലേ കൊച്ച അവിടെ കാലെ കടിപ്പിച്ചിട്ട് എന്നാ അനുഭവം ഉണ്ടായേ? അയ്യോ കൊച്ചു കടിപ്പിച്ചായിരുന്നോ? ഇല്ല ആരും കടിപ്പിച്ചില്ല.